Hey guys, welcome to a new episode. ഇങ്ങനൊരു ഫ്രെയിം നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടാവില്ല. ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ഈ 3 ലെജൻസിനെയും ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. 19 വർഷമായി റിലയബിലിറ്റിയുടെയോ കംഫർട്ടിൻ്റെയോ വിശ്വസ്തതയുടെയോ ഒക്കെ പര്യായമായിട്ടുള്ള ഈ ഇന്നോവാസിൻ്റെ ഉത്ഭവം സംഭവിച്ചിട്ട് 2005 ഈ കിടക്കുന്ന ഫസ്റ്റ് ഇന്നോവ ലോഞ്ച് ചെയ്യുന്നത്. അതിനു മുന്നേ 1997 ഈ ഒരു ബ്രാൻഡ് തന്നെ ഇന്ത്യയിൽ വരുന്നത്. അതായത് 1997 ടൊയോട്ടയുടെയും ഇന്ത്യയിലുള്ള കിർലോസ്കർ മോട്ടോഴ്സിൻ്റെയുടെ ജോയിൻറ്റ് വെഞ്ചറിലാണ് ടൊയോട്ട എന്ന ബ്രാൻഡ് ഇന്ത്യയിൽ ജനിക്കുന്നത്. TKM എന്ന ബ്രാൻഡിങ്ങിൽ ബാംഗ്ലൂരിലായിരുന്നു അവരുടെ ഉത്ഭവം നടന്നത്. 1997 ശേഷം 3 വർഷം എടുത്ത് അവരുടെ ഫസ്റ്റ് കാറ് ലോഞ്ച് ചെയ്യാനായിട്ട്, അതായത് 2000 ക്വാളിസ് ആണ് അവരുടെ ഫസ്റ്റ് കാറ്. ആ ഒരു 3 വർഷം ഇന്ത്യയുടെ ഒരു കൾച്ചർ പഠിക്കുകയും ഒരു ഡ്രൈവിംഗ് കൾച്ചർ എങ്ങനെയുള്ള വണ്ടിയാണ് ഇവർക്ക് ആവശ്യമെന്ന് ടൊയോട്ട പഠിക്കുകയും അതിനുശേഷമാണ് ക്വാളിസിനെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. 1997 TKM എന്ന ബ്രാൻഡ് വന്നതിന് ശേഷം 3 വർഷം കഴിഞ്ഞാണ് 2000 അവരുടെ ഫസ്റ്റ് കാർ അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്, ടൊയോട്ട ക്വാളിസ് ദ MUV. ഗ്ലോബലി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഈ ടൊയോട്ട എന്ന ബ്രാൻഡിൽ ഒരു MUV ഇന്ത്യയിൽ വന്നത് ഇന്ത്യക്കാർക്ക് വളരെ ആശ്വാസമായിരുന്നു. കാരണം അതുവരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു 7 സീറ്റർ വണ്ടികളുടെ ഒരു സ്റ്റാൻസോ ഒരു കംഫോർട്ടോ അല്ലായിരുന്നു ക്വാളിസ് അന്ന് ഓഫർ ചെയ്തിരുന്നത്. അതുകൊണ്ട് 2000 ഇറങ്ങിയപ്പോൾ തന്നെ അത് ആളുകൾക്ക് വളരെ പ്രീമിയം ആകുകയും ആളുകൾ അതിനെ വരവേൽക്കാനും തുടങ്ങി. നമ്മുടെ മാരുതി 800 ലോഞ്ച് ആയപ്പോൾ ഇന്ത്യയെ റിഫൈൻമെൻറ്റ് പഠിപ്പിച്ച വണ്ടി എന്ന് പലരും പറഞ്ഞതുപോലെ തന്നെ ഒരു 7 സീറ്റർ അല്ലെങ്കിൽ ഒരു MUV 8 സീറ്റർ എന്നുള്ളൊരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് ക്വാളിസ് മാറി. അങ്ങനെ ക്വാളിസ് നല്ല രീതിയിൽ വിറ്റുപോവുകയുണ്ടായി. ആ ഒരു സമയത്താണ് 2002 2003 ഒക്കെ ആയിട്ട് അവരുടെ കൊറോളയും അതുപോലെ തന്നെ ക്യാമറിയും ഒക്കെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഒരു പ്രീമിയം സെഡാൻസ് എന്നുള്ള സെഗ്മെൻറ്റിലാണ് ക്യാമറി ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അതിനൊക്കെ ശേഷം സക്സസിലേക്കുള്ള അവരുടെ ആദ്യത്തെ ചുവടുവെപ്പ് ടൊയോട്ട ഇന്നോവ അവതരിപ്പിച്ചു. ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ ഇന്നോവ എന്ന് പറയുന്ന ഒരു റെവല്യൂഷണറി ലോഞ്ച് ആയിരുന്നു. കുറച്ച് റഗ്ഡ് ആയിട്ടുള്ളൊരു ഡിസൈനും ഒരു റിലയബിൾ ആയിട്ടുള്ളൊരു എഞ്ചിനും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിനും ഒട്ടും ക്ഷീണം തോന്നിക്കാത്തൊരു ലെഗ് റൂമും ഒട്ടും ക്ലോസ്ട്രോഫോബിക് ഫീൽ തരാത്തൊരു ഹെഡ് റൂമും ഫ്ലെക്സിബിൾ സീറ്റ് അറേഞ്ച്മെൻറ്റ്സും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു 8 സീറ്റർ വണ്ടിയും കണ്ടപ്പോൾ ആളുകൾ വളരെ എക്സൈറ്റഡ് ആയി. ഒരു ബിഗ് ഫാമിലിക്ക് എടുക്കാൻ പറ്റിയ ഒരു ഫാമിലി കാറായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ സ്പേസ് കൊണ്ടോ ഡിസൈൻ കൊണ്ടോ മാത്രമല്ല ടൊയോട്ടയുടെ DNA ഇതിലുണ്ടായിരുന്നു. എഞ്ചിൻ ഒരു 2.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനായിരുന്നു ഇന്നോവയ്ക്ക് കൊടുത്തിരുന്നത്. ഒരു 102 bhp പവറും 200 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും വരുന്ന അന്നത്തെ കാലത്തെ ഒരു പവർഫുൾ എഞ്ചിൻ തന്നെയായിരുന്നു അന്നത്തെ ഡീസൽ ഇന്നോവാസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിനും ഒരു 2.7 ലിറ്റർ ലിമിറ്റഡ് എഡിഷൻ പെട്രോൾ എഞ്ചിനും അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അധികം പോപ്പുലർ അല്ലായിരുന്നു. കൂടുതൽ പേരും ഡീസൽ എഞ്ചിൻ 2.5 ഡീസലിലോട്ട് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ പെട്രോൾ എഞ്ചിൻസിന് ഒരു 134 bhpയും 158 bhpയും പവേഴ്സ് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതും 2005 വന്ന ഇന്നോവയ്ക്ക് ഇൻ്റർകൂളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വന്ന ഫേസ് ലിഫ്റ്റുകളിലാണ് ആ ഇൻ്റർകൂളേഴ്സ് ഒക്കെ വന്നത്. ഫേസ് ലിഫ്റ്റുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 2005 വന്നതിന് ശേഷം 2009 ഇതിന് ആദ്യത്തെ ഫേസ് ലിഫ്റ്റ് വരുന്നത്. അതിനുശേഷം 2012 പിന്നീട് ഒരു ഫേസ് ലിഫ്റ്റ് വന്നു. ഒരു വർഷത്തിന് ശേഷം 2013 പിന്നെ അടുത്ത ഫേസ് ലിഫ്റ്റ് വന്നു. അത് അങ്ങനെ 2016 ഈ ഒരു ജനറേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നിടം വരെ ആ ഫേസ് ലിഫ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്തു. എഞ്ചിൻ്റെ കാര്യം പറയുമ്പോഴേ ആദ്യമേ മനസ്സിൽ വരുന്ന ഒരു വേർഡാണ് റിഫൈൻമെൻറ്റ്. അതായത് അന്നത്തെ കാലത്ത് കിട്ടാവുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റിഫൈൻഡ് എഞ്ചിൻസ് ആയിരുന്നു ഇന്നോവകളുടേത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഫാമിലി കാറായിട്ടും അതുപോലെ ബിസിനസ് ആവശ്യങ്ങൾക്കും പല കമ്പനീസും ഈ ഒരു ഇന്നോവാസിനെ വാങ്ങാനായിട്ടുണ്ടായ കാരണം ഐ തിങ്ക് ടൊയോട്ടാസ് ഇൻറ്റൻഷൻ വാസ് നോട്ട് ടു സെൽ ദെയർ കാർസ്, ദേ വർ സെല്ലിംഗ് റിഫൈൻമെൻറ്റ്. അതായിരുന്നു മറ്റുള്ള ബ്രാൻഡ്സുകളിൽ നിന്ന് ഈ ഒരു വാഹനങ്ങളിലേക്ക് ആളുകളെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ. റിഫൈൻമെൻറ്റിനോടൊപ്പം തന്നെയായിരുന്നു അവരുടെ ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനും ഈ ഒരു ഡിസൈനിങ്ങും ആളുകൾക്ക് കണ്ടപ്പോഴേ ഒരു ക്വാളിറ്റി ഫീലും ബോഡിയുടെ കൺസ്ട്രക്ഷനും ഒക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എല്ലാവരും ഇത് ചൂസ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു കാരണമായിരുന്നു പ്രാക്ടിക്കാലിറ്റി. കാരണം ഇതിന് ഫാമിലി യൂസിന് ഉപരി ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് അല്ലെങ്കിൽ ഒരു കാർഗോസ് പർപ്പസിനായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അതായത് 3rd റോ സീറ്റ് ഫോൾഡ് ചെയ്ത് നമുക്ക് ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാനും നല്ല രീതിയിൽ പറ്റുമായിരുന്നു. പിന്നീടുള്ളൊരു കാര്യമായിരുന്നു ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. കാരണം ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ക്വാളിസിന് 13 ഇഞ്ച് വീൽസ് ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. ഇതിന് 14 ഇഞ്ച് വീൽസ് ഒക്കെ ആക്കിയപ്പോഴത്തേക്ക് 176 mm എന്നുള്ളൊരു ഡീസൻറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തത് ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അടുത്തതായിട്ട് ഇതിൻ്റെ വേറൊരു മെയിൻ കാര്യം പ്രൈസിങ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെറും 7 lakhs rupees എക്സ് ഷോറൂം പ്രൈസിൽ നിങ്ങൾക്ക് അന്ന് കിട്ടുമായിരുന്നു. അതുകൂടായിരുന്നു ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ. അതുകൊണ്ട് ഇതിനെ ആളുകൾ വാല്യൂ ഫോർ മണി കാർ എന്ന് കൺസിഡർ ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു 7 സീറ്ററിൻ്റെ പർപ്പസ് ഇല്ലാത്തവർക്ക് പോലും ഇത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നി. കാരണം ഇതിൻ്റെ കംഫർട്ടും റിലയബിലിറ്റിയും ഒക്കെ വെച്ചിട്ട് ആ ഒരു രീതിയിലും ആഗ്രഹം തോന്നി. വണ്ടി വാങ്ങുമ്പോഴുള്ള വിലയിൽ ആളുകൾ ഞെട്ടിയതിനെക്കാട്ടി കൂടുതൽ വണ്ടി വിൽക്കുമ്പോഴുള്ള വില കണ്ടപ്പോഴാണ്. കാരണം അന്യായ റീസെയിൽ വാല്യൂ ആയിരുന്നു ഇന്നോവയ്ക്ക് ഉണ്ടായിരുന്നത്.
പിന്നെ കുറേ ന്യൂജൻ കാർസൊക്കെ വന്നപ്പം ഈ ഒരു വാല്യൂ ഫോർ മണി കാർ കുറേ പേര് വിറ്റൊഴിവാക്കി നല്ല പ്രൈസിന് കുറേ പേര് ഇത് കീപ്പ് ചെയ്തു. ഇപ്പോഴും സിംഗിൾ ഓണറായിട്ട് കീപ്പ് ചെയ്യുന്ന ധാരാളം വണ്ടികൾ നമ്മുടെ കേരളത്തിൽ കാണാനായിട്ട് സാധിക്കും. ഈ കിടക്കുന്നത് അതുപോലെ ഒരു 12 ഇയേഴ്സ് പഴക്കമുള്ളൊരു ഇന്നോവയാണ്. 2012 ഫേസ് ലിഫ്റ്റിൽ വന്നത്. അങ്ങനെ 2016 കുറച്ച് ഫേസ് ലിഫ്റ്റുകൾക്കൊക്കെ ശേഷം, കുറച്ച് റിലയബിൾ ആയിട്ടുള്ള കുറച്ച് മെമ്മറിക്കൊക്കെ ശേഷം അവരുടെ പുതിയ MPV ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഇന്നോവയുടെ ബാംഗ്ലൂരുള്ള അസംബ്ലി ലൈൻ റോൾ ഓഫ് ചെയ്തു. എന്നിട്ട് ഇന്നോവയുടെ സക്സസർ ആയിട്ട് ഇന്നോവ ക്രിസ്റ്റയെ ടൊയോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്തോനേഷ്യയിലെ ഓട്ടോ ഷോയിൽ ടൊയോട്ട അവതരിപ്പിച്ച ഇന്നോവ ക്രിസ്റ്റയെ ഉടനെ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. അത് ഇന്നോവ അത്രയും കാലം കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ലോയൽറ്റി കാരണം ഇതിനെയും ഇന്ത്യക്കാർ കൈനീട്ടി സ്വീകരിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന ഇന്നോവയ്ക്കാട്ടിലും ഡയമെൻഷൻ വൈസ് നല്ല രീതിയിലുള്ള വ്യത്യാസമായിരുന്നു പുതിയ ക്രിസ്റ്റ അവതരിപ്പിച്ച വന്നത്. അതായത് കുറച്ചുകൂടെ ലെങ്ത് കൂട്ടി, കുറച്ച് വിത്തൂടെ ഇൻക്രീസ് ചെയ്ത്, കുറച്ചുകൂടെ ടോളാക്കിയിട്ടായിരുന്നു ഇന്നോവ ക്രിസ്റ്റ അവതരിപ്പിച്ചത്. ഈ ഒരു വലുപ്പം നമ്മുടെ ഇന്ത്യൻ റോഡ്സിൽ അന്ന് വളരെ സ്റ്റാൻസ് തരുന്നുണ്ടായിരുന്നു. 3 എഞ്ചിൻ ഓപ്ഷൻസ് ആയിരുന്നു ഇന്നോവ ക്രിസ്റ്റയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ കിടക്കുന്ന 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനും, ഒരു 2.4 ലിറ്റർ ഡീസൽ എഞ്ചിനും, ഒരു 2.7 ലിറ്റർ പെട്രോൾ എഞ്ചിനും. ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ഈ 2.8 ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് നിർത്തലാക്കി 2.4 ഡീസൽ എഞ്ചിൻ മാത്രമായിരുന്നു പിന്നീട് അവൈലബിൾ. എങ്കിൽ ഈ ഒരു 175 bhp കരുത്ത് പകരുന്ന 2.8 ലിറ്റർ ക്രിസ്റ്റ എന്ന് പറയുന്നത് പലരുടെ ഒരു വികാരമായിരുന്നു. പലരുടെയും എക്സ്പീരിയൻസിൽ കേട്ടത് 2.4 തന്നെ ആവശ്യത്തിനുള്ള പെർഫോമൻസ് തരുന്നുണ്ടെന്നായിരുന്നു. അതായത് അതിൻ്റെ പവർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല കുതിപ്പാണ് വണ്ടിക്ക്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 2.8 എന്ന് പറയുന്ന ഒരു ജെമ്മായിരുന്നു. പഴയ ഇന്നോവയിൽ നിന്ന് ഇതിലോട്ട് നോക്കുമ്പോൾ 2800 cc ഒരു ബിഗ് സൈസ് എഞ്ചിനാണ് വന്നതെങ്കിലും എഞ്ചിൻ്റെ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ചിരുന്നു. അതുകൊണ്ട് അതിനൊരു 1730 kilograms എന്നൊരു കർവ് വെയിറ്റിൽ ഇന്നോവ ക്രിസ്റ്റാസ് ഇറങ്ങാൻ തുടങ്ങി. വലിയ രീതിയിലുള്ള വെയിറ്റ് കൂടാത്തതിനാൽ ഫ്യൂൽ എഫിഷ്യൻസിയിലും അവർക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റി. ഡീസൽ എഞ്ചിൻസിനോട് പേഴ്സണലി വിരോധമുള്ള കുറച്ച് പേര് മാത്രമായിരുന്നു കുറച്ചുകൂടെ സ്മൂത്തർ ആൻഡ് കുറച്ചുകൂടെ റിഫൈൻമെൻറ്റ് കിട്ടുന്ന പെട്രോൾ എഞ്ചിൻസ് എടുത്തിരുന്നത്. ബാക്കി എല്ലാവരും ഡീസൽ ക്രിസ്റ്റ തന്നെയായിരുന്നു ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് മോഡേൺ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഇൻഫർടൈൻമെൻറ്റും ഡിജിറ്റൽ അനലോഗ് കമ്പൈൻഡ് ആയിട്ടുള്ള MIDയും ആംബിയൻ ലൈറ്റിങ്ങും, കുറച്ച് സ്റ്റോറേജ് സ്പേസുകളും, റിയർ സീറ്റ്സിൽ വരുന്ന ട്രെയും, സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും, കുറച്ചുകൂടെ പ്രീമിയം ഫീൽ വരുന്ന ഒരു ഇൻറ്റീരിയറും, സെക്കൻഡ് റോയിലെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ബക്കറ്റ് സീറ്റ് അറേഞ്ച്മെൻറ്റ്സും, നേരെ കയറുമ്പോൾ ഇൻറ്റീരിയറിൽ കാണുന്ന ഒരു പ്രീമിയം ഫീലിങ്ങും എല്ലാം ഇന്നോവ ക്രിസ്റ്റയെ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് ആളുകൾ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ക്രിസ്റ്റയിലാണ്. ഈ ഒരു 2.8 ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കാലത്തിനനുസരിച്ച് മാറേണ്ടതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിലും ഇന്നോവ ക്രിസ്റ്റയിൽ കുറേ സേഫ്റ്റി ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ABSും EBDയും, വെഹിക്കിൾ സ്റ്റെബിലിറ്റി പ്രോഗ്രാമും, ട്രാക്ഷൻ കൺട്രോളും, എയർ ബാഗ്സും, റിയർ പാർക്കിംഗ് സെൻസേഴ്സും, ഹിൽ ഹോൾഡ് അസിസ്റ്റും ഒക്കെ ആയിട്ട് ധാരാളം സേഫ്റ്റി ഫീച്ചേഴ്സും ഇന്നോവ ക്രിസ്റ്റയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഇന്നോവ ക്രിസ്റ്റകളിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങളിലൊന്ന് ലാഡർ ഓൺ ഫ്രെയിം ബോഡി സ്ട്രക്ചർ. ഈ ഒരു ഇന്നോവയിൽ ലാഡർ ഓൺ ഫ്രെയിം ബോഡി സ്ട്രക്ചർ കൊണ്ടുവന്നത് കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിട്ടുള്ള ഡിസൈനാണ് അവർ ഉദ്ദേശിച്ചതെങ്കിലും യാത്രാ കംഫർട്ടിൽ പഴയ ഇന്നോവയെക്കാട്ടിലും പുതിയ ക്രിസ്റ്റ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ള എല്ലാവരുടെ അഭിപ്രായം. യാത്രാസുഖത്തിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ അപ്പൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഇന്നത്തെ SUVകളിൽ എല്ലാവരും മിസ് ചെയ്യുന്ന കാര്യം റിയർ വീൽ ഡ്രൈവ്. ഇന്ന് നമ്മൾ നോക്കുന്ന ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന വെഹിക്കിൾ നോക്കിയാലും റിയർ വീൽ ഡ്രൈവ് അല്ല, ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ക്രിസ്റ്റയുടെ നെക്സ്റ്റ് ജനറേഷൻ വെഹിക്കിൾ ആയിട്ടുള്ള ഹൈക്രോസിന് പോലും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് കൊടുക്കുന്നത്. ഹൈക്രോസിൻ്റെ കാര്യം പോട്ടെ, ബാക്കിയുള്ള SUVs അതായത് സഫാരി, XUV700, ഹാരിയർ മുതലേ ആ കാറ്റഗറിയിൽ വരുന്ന എല്ലാ വണ്ടികൾക്കും ഫ്രണ്ട് വീൽ ഡ്രൈവ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മെയിൻ കാര്യങ്ങൾ പറയാനുള്ളത്, പുതിയ പ്ലാറ്റ്ഫോം നിർമ്മിക്കുമ്പോൾ ഫ്രണ്ട് വീൽ കോമ്പാക്റ്റബിൾ ആയിട്ടാണ് അവർ നിർമ്മിക്കുന്നത്. അതിൽ റിയർ വീൽ ഡ്രൈവ് സിസ്റ്റം അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടി കുറച്ചുകൂടെ എക്സ്പെൻസീവായിട്ട് മാത്രമേ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിർമ്മിച്ചാൽ തന്നെ 4 വീൽ ഡ്രൈവ് വെഹിക്കിൾ ചൂസ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ആ ഒരു വലിയ എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയും പിന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവിൽ കിട്ടുന്ന കുറച്ച് കംഫർട്ടുകളെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പോഴത്തെ വണ്ടികളെ എല്ലാം ഫ്രണ്ട് വീൽ ഡ്രൈവ്സ് ആണ് വരുന്നത്. ഇപ്പോഴത്തെ വണ്ടികളെല്ലാം ഫ്രണ്ട് വീൽ ഡ്രൈവ് വന്നതുകൊണ്ട് ഈ ഒരു റിയർ വീൽ ഡ്രൈവ് സിസ്റ്റം എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട്. സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് അധികം ബെറ്റർ സസ്പെൻഷൻ എന്ന് പറയാനൊക്കില്ല കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ. എങ്കിലും ഇതിൻ്റെ ചേട്ടനായിട്ടുള്ള ഫോർച്യൂണറിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടിൽ യാത്രാസുഖം ഈ ഒരു ക്രിസ്റ്റാസിൽ തരുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അടുത്തത് റീസെയിൽ വാല്യൂ. ഫസ്റ്റ് ജനറേഷൻ ഇന്നോവയെക്കാട്ടിൽ കൂടുതൽ റീസെയിൽ വാല്യൂ ഈ ക്രിസ്റ്റാസിന് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇന്നോവ ക്രിസ്റ്റാസ് ഡിസ്കണ്ടിന്യൂഡ് ആയ കുറച്ച് സമയങ്ങളുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ ഇതിൻ്റെ വില കയറിയത് കണ്ട ആളുകൾ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം പഴയ ഇന്നോവയുടെ കേസിൽ വണ്ടി വാങ്ങിയ അതേ വിലയ്ക്കോ അല്ലെങ്കിൽ ചെറിയ ഡിപ്രിസിയേഷനിലാണ് ഇന്നോവസ് കൊടുത്തിരുന്നെങ്കിൽ ഇന്നോവ ക്രിസ്റ്റയുടെ കാര്യത്തിൽ വാങ്ങിയതിനേക്കാൾ വില കൂട്ടി വിൽക്കാൻ വരെ ആളുകൾക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം.
ഈ 2.8 സെഡിന് 28 lakhs ആയിരുന്നു അന്ന് വാങ്ങിയപ്പോൾ ഓൺ റോഡ് പ്രൈസ് ആയത്. ഇതിൻ്റെ ഇപ്പോഴത്തെ റീസെയിൽ വാല്യൂ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. പിന്നെ 2.8 സ്റ്റോപ്പ് ചെയ്തു, ഓട്ടോമാറ്റിക് വേരിയൻസിൽ മാത്രം അവൈലബിളുള്ള 2.8 നിർത്തി. പിന്നീട് വന്ന ഇന്നോവ ക്രിസ്റ്റാസിൻ്റെ വില ഇവിടെ വരെ കയറിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വേൾഡ് വൈഡ് ഈ ഒരു ബ്രാൻഡിനോടുള്ള വിശ്വാസം മൂലം ഇന്നോവ ക്രിസ്റ്റയ്ക്ക് അധികം സ്ട്രഗിൾ ചെയ്യേണ്ടിയൊന്നും വന്നില്ല. മാത്രമല്ല ഈ വാഹനത്തിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ വന്നിട്ടും ഇത് മാർക്കറ്റിൽ നിന്ന് ഡിസ്കണ്ടിന്യൂഡ് ആകേണ്ടിയും വന്നിട്ടില്ല. ഇപ്പോഴും ഇന്നോവ ക്രിസ്റ്റാസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ 2023 ഇതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ഇന്നോവ ക്രിസ്റ്റയുടെ ലേറ്റസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള ഇന്നോവ ഹൈ ക്രോസ് ലോഞ്ച് ചെയ്തു. 2023 ഹൈ ക്രോസ് ലോഞ്ച് ചെയ്യുന്നത്. മാരുതി സുസുക്കിയുടെയും ടൊയോട്ടയുടെയും ജോയിൻറ്റ് വെഞ്ചറിൽ വന്ന ഒരു വാഹനമാണ് ടൊയോട്ടയുടെ ഹൈ ക്രോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സെയിം കസിൻ ബ്രദറായിട്ട് നമുക്ക് മാരുതി സുസുക്കിയുടെ ഇൻവിക്ടോയെ നമ്മുടെ റോഡുകളിലൊക്കെ കാണാൻ സാധിക്കും. അത് വളരെ കുറവാണ്. പക്ഷേ കൂടുതലും ഹൈ ക്രോസുകൾ കാണാനായിട്ട്, അതായത് നമ്മുടെ ക്രിസ്റ്റാസ് ഒക്കെ കണ്ടതുപോലെ അത്രയും ആയില്ല, കാരണം റീസെൻ്റ്ലി ലോഞ്ച് ആയതുള്ള വണ്ടിയാണ്. എങ്കിലും ഈ ഒരു വണ്ടിക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഒരു മെയിൻ കാര്യമാണ് ഇതിൻ്റെ ഒരു ജയൻറ്റ് സൈസ്. ആദ്യത്തെ ഇന്നോവയെക്കാട്ടിലും സൈസ് ഡൈമെൻഷൻ കൂട്ടിയിട്ടാണ് ക്രിസ്റ്റ ലോഞ്ച് ചെയ്തത്. അതിനേക്കാട്ടിലും നല്ല രീതിയിൽ വലിയ ഡൈമെൻഷൻ ചേഞ്ചസ് വന്നിട്ടാണ് നമ്മുടെ ഹൈ ക്രോസ് ലോഞ്ച് ചെയ്തത്. അത് വണ്ടി റോഡിൽ ഒന്ന് ഓടി വരുമ്പോഴേ അതിൻ്റെ ഒരു ജയൻറ്റ് സൈസ് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. 16, 17, 18 എന്നുള്ള വീൽ സൈസുകളിൽ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടിരുന്ന ക്രിസ്റ്റാസ് പോലെ അല്ലെങ്കിൽ ഇന്നോവാസ് പോലെ അതിനെക്കാട്ടിലൊക്കെ 18 ഇഞ്ച് ടയേഴ്സ്, ടോപ്പ് വേരിയൻറ്റിലൊക്കെ 18 ഇഞ്ച് ടയർ സൈസ് വരുമ്പോഴത്തേക്ക് വണ്ടി നല്ല ജയൻറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന് പല വേരിയൻസ് ഉണ്ട്. ടൊയോട്ടോ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇറങ്ങിയപ്പോൾ VX, ZX എന്ന 2 മെയിൻ വേരിയൻസ് ആണ്. അതിൽ തന്നെ സബ് വേരിയൻസ് VX ഓപ്ഷണൽ, ZX ഓപ്ഷണൽ എന്നുള്ള വേരിയൻസും അവൈലബിൾ ആണ്. ക്രിസ്റ്റയുടെ എഞ്ചിൻ റൂമൊക്കെ തുറന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ നിറങ്ങി നിൽക്കുകയായിരുന്നു ആ ഒരു എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റ്. പക്ഷേ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കുറേ വേക്കൻറ്റ് സ്പേസുകൾ പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, വണ്ടിയുടെ സൈസ് നല്ല രീതിയിൽ വലുതായിട്ടുണ്ട്. ബോണറ്റിൽ ആ ഒരു ഏരിയ ഒക്കെ കൂടിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിൽ നിന്ന് ഡീസൽ എഞ്ചിനെ എടുത്ത് കളഞ്ഞു. അതായത് ഇപ്പോൾ പെട്രോൾ എഞ്ചിൻസിൽ മാത്രമാണ് ഇന്നോവാസ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇന്നോവ ഹൈ ക്രോസ്. വേറൊരു മെയിൻ കാര്യം, ഇത് ഹൈബ്രിഡാണ്. ഒരു 2 ലിറ്റർ 186 bhpയും 206 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് എഞ്ചിനാണ് ഇന്നോവ ഹൈ ക്രോസുകളിൽ വന്നിട്ടുള്ളത്. കൂടാതെ ഒരു 2 ലിറ്റർ എഞ്ചിൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നോൺ ഹൈബ്രിഡ് വേരിയൻറ്റും ഹൈ ക്രോസസിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഹൈ ക്രോസ് GX. അതിന് 176 bhp ആണ് പവർ കൊടുത്തിരിക്കുന്നത്. 1947 cc എഞ്ചിനാണ് അതിലും കൊടുത്തിരിക്കുന്നത്. 2.5ഉം 2.8ഉം ഒക്കെ കണ്ട് ശീലിച്ച ഇന്നോവ ഫാൻസിന് ഇത് വലിയൊരു അടിയായിരുന്നു ഇത് ഇറങ്ങിയ സമയത്ത്. കാരണം 2000 cc മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു നിരാശ ആദ്യം വന്നിരുന്നു. എങ്കിലും വണ്ടി ഓടിച്ചു തുടങ്ങിയ പിന്നെ ആ ഒരു നിരാശയെ പറ്റി അധികമൊന്നും കേൾക്കാനില്ല. കാരണം എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് ഇതിൻ്റെ പവറിലെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അത്യാവശ്യം ഫാമിലി യൂസിലും ഇതിൻ്റെ ഒരു പർപ്പസിനെ മീറ്റ് ചെയ്യാനുള്ള പവർ ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു നിരാശപ്പെടുത്തിയ കാര്യം, ഫ്രണ്ട് വീൽ ഡ്രൈവ് ആക്കി. നേരത്തെ റിയർ വീൽ ഡ്രൈവ്സ് ആയിരുന്നു വെഹിക്കിൾസ് ഉണ്ടായിരുന്നത്. നമ്മൾ മുമ്പേ ക്രിസ്റ്റയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതിനെയും ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിളാക്കി. അടിമുടി മാറ്റിയാണ് ഹൈ ക്രോസിനെ അവതരിപ്പിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന ലാഡ്രോൺ ഫ്രെയിം സ്ട്രക്ചർ, ക്രിസ്റ്റയുടെ ആ ഒരു സ്ട്രക്ചർ മാറ്റി മോണോകോക്ക് ഡിസൈനിലേക്ക് വന്നു. ക്രിസ്റ്റയിലുണ്ടായിരുന്ന ചെറിയ ചെറിയ കംഫോർട്ടിൻ്റെ പരാതികൾ നികത്താനായിട്ട് മോണോകോക്ക് ഡിസൈൻ വന്നതുകൊണ്ട് ഇതിൻ്റെ യാത്രാസുഖം മറ്റേതിലും നല്ല രീതിയിൽ വ്യത്യാസം വന്നു. അതിനോടൊപ്പം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻഷനും ഉള്ളിലുള്ള ഒരു വൈഡ് ആയിട്ടുള്ള സ്പേസും റിക്ലൈനബിൾ ആയിട്ടുള്ള ഒരു സീറ്റ്സും ഒക്കെ ഇതിൻ്റെ യാത്രാസുഖം വളരെ രീതിയിൽ ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഇത്രയും കാലം ഇന്നോവ ക്രിസ്റ്റയിൽ കേട്ടിരുന്ന പരാതി, ഇത്രയും പ്രൈസ് വാങ്ങിച്ചിട്ട് വേണ്ടത്ര ഫീച്ചേഴ്സ് കൊടുക്കുന്നില്ല എന്നുള്ള പരാതി ഹൈ ക്രോസ് വന്നതോടുകൂടി തീർന്നു. ഒരു നോർമൽ സൺറൂഫ് പോലും ക്രിസ്റ്റയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് വന്നതോടുകൂടി ഒരു ബിഗ് സൈസ് പനോരമിക് സൺറൂഫ് ഇതിൽ പ്രൊവൈഡ് ചെയ്തു. ക്രിസ്റ്റയെ സംബന്ധിച്ച് നോക്കുമ്പോൾ റിയറിലോട്ടുള്ള AC വെൻസ് ഒക്കെ അതിൻ്റെ റൂഫ് ലൈനിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഒരു രീതിയിലും അപ്ഗ്രേഡ് ചെയ്ത് സൺറൂഫ് ആഡ് ചെയ്യാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇത് വന്നതോടുകൂടി ഇതിൻ്റെ AC വെൻസ് എല്ലാം പില്ലേഴ്സിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പനോരമിക് സൺറൂഫ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. ഇതിലും കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നോവയുടെ കാര്യം കഷ്ടമായേനെ അല്ലേ. അതുമാത്രമല്ല, ഒരു 360 ഡിഗ്രി ക്യാമറ, വെന്റിലേറ്റഡ് സീറ്റ്സ്, ആൻഡ്രോയിഡ് ആൻഡ് ആപ്പിൾ കാർപ്ലേ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേ, പവേർഡ് ടെയിൽ, മെമ്മറി സീറ്റ്സ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. ഇതിലെ ZX ഓപ്ഷൻ ടോപ്പ് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ADASന്റെ ലെവൽ 2 ഓപ്ഷൻ വരെ അടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ വെറൈറ്റി ഇൻറ്റീരിയർ ആണ് അവർ ഹൈ ക്രോസും കൊണ്ട് ഉദ്ദേശിച്ചത്. ഇന്ത്യയിൽ ഇത് ഹൈ ക്രോസ് ആണെങ്കിലും മറ്റ് കൺട്രീസിലും പല പേരുകളിൽ അറിയപ്പെടും. മലേഷ്യയിലൊക്കെ ഇന്നോവ സെനിക്സ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇൻറ്റീരിയർ വൈസ് നോക്കുമ്പോൾ പേഴ്സണലി എനിക്ക് ക്രിസ്റ്റയാണ് ഇഷ്ടപ്പെട്ടത്.
അത് തികച്ചും സബ്ജക്റ്റീവാണ്, ഓരോരുത്തരുടെ ഇഷ്ടം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏതായാലും ഇതിൻ്റെ ഒരു ഗിയർ നോബിൻ്റെ ഒരു ഡിസൈനൊക്കെ ഈ ഒരു ഏരിയയിൽ വന്നതും ഈ ഡാഷ്ബോർഡിൻ്റെ കുറച്ച് ഡിസൈൻ എലമെൻസിൻ്റെ ഒരു കാര്യങ്ങളും ഡോർ പാനൽസിൽ കൊടുത്തിരിക്കുന്ന ഫിനിഷിങ്ങിൻ്റെ കാര്യങ്ങളും ഇന്നോവ ക്രിസ്റ്റയിൽ കൊടുത്തിരുന്ന ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊന്നും ഇതിൽ വരാതിരുന്നതും ഈ ഒരു മെറ്റീരിയലിൻ്റെ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഹൈക്രോസിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിനെ ചിലർക്ക് ചെറിയ രീതിയിൽ നിരാശ വന്നിരുന്നു. പക്ഷേ ഇതിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇതിൻ്റെ യാത്രാ സുഖവും കംഫർട്ടും ആ ക്രിസ്റ്റയിൽ ഉണ്ടായിരുന്ന ബോഡി റോളിംഗ് ഇഷ്യൂ ഒക്കെ സോർട്ടായതും എല്ലാം അതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. യാത്ര ചെയ്തവർക്ക് ഡ്രൈവ് ചെയ്യുന്നവർക്കും അതിൻ്റെ ഓണറിനും കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഫ്യൂൽ എഫിഷ്യൻസി. ഇത്രയും വലിയൊരു ബിഗ് സൈസ് ജയൻറ്റിന് കിട്ടുന്നത് 23 km/L ഫ്യൂൽ എഫിഷ്യൻസിയാണ് ഈ ഒരു ഹൈബ്രിഡ് വെഹിക്കിളിന് കമ്പനി ഓഫർ ചെയ്യുന്നത്. ചിലർക്ക് അതിലും കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടാറുണ്ട്, പലർക്കും അതിലും കുറവാണ്. കൂടുതൽ പേർക്കും അതിൽ കുറവ് ഫ്യൂൽ എഫിഷ്യൻസി മാത്രമേ കിട്ടാറുള്ളൂ. അത് ഡ്രൈവിംഗ് സ്റ്റൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഇതിനൊരു ഹൈബ്രിഡ് എഞ്ചിൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട് തന്നെ അതിൻ്റെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ വണ്ടിയുടെ ഹാർട്ടൊന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ കിട്ടുകയുള്ളൂ. അങ്ങനെ കിട്ടിയവർക്കൊക്കെ നല്ല ഫ്യൂൽ എഫിഷ്യൻസിയും കിട്ടുന്നുണ്ട്. സിറ്റി ഡ്രൈവിലും ഹൈവേസിലും ഒക്കെ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന ആ ഒരു റെസ്പോൺസ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതറിയാവുന്നവർ കൂടുതൽ സമയം ഹൈബ്രിഡ് സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രൈവ് ആയിരിക്കും ചെയ്യാറ്. സോ 2005 തുടങ്ങിയ ഇന്നോവയുടെ യാത്ര ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് നോക്കുക. കുറേ പേഴ്സണൽ യൂസ് വെഹിക്കിൾസായും കുറേ കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള വെഹിക്കിൾസായും ധാരാളം ഇന്നോവാസ് പല ജനറേഷൻസിൽ നിങ്ങൾക്ക് റോഡുകളിൽ കാണാനായിട്ട് സാധിക്കും. വേറൊരു കാര്യം എന്നുള്ളത് അതർ സ്റ്റേറ്റ് കാർസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മെജോറിറ്റിയും ഇന്നോവാസ് അല്ലെങ്കിൽ ഫോർച്യൂണേഴ്സ് ഒക്കെ ആയിരിക്കും. അത് തന്നെ തെളിയിക്കും ഇതിൻ്റെ റിലയബിലിറ്റി എന്തുമാത്രമാണെന്ന്. കാരണം എങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയാണെങ്കിലും ഈ ഒരു ബ്രാൻഡിൻ്റെ വണ്ടി എന്നുള്ളത് അത്ര വിശ്വസ്തതയാണ് ആളുകൾക്ക് നൽകുന്നത്. ഡീസലുകളിൽ മാത്രം കഴിവ് തെളിയിച്ചുകൊണ്ടിരുന്ന ഈ ഇന്നോവാസ് ഇപ്പം പെട്രോളുകളിലാണ് ഇവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ എമിഷൻ നോംസും ഇലക്ട്രിക് കാർസിൻ്റെ ഒക്കെ വരവായിട്ടും ഇപ്പോഴും ഇത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴത്തെ വേൾഡിൽ ഹൈബ്രിഡ് ആണ് ബെസ്റ്റ് എന്നാണ് ടൊയോട്ടയുടെ വിശ്വാസം. ഏതായാലും ഫ്യൂച്ചറിൽ അവരും ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഒരു 2030 വരെയൊന്നും ഒരു ഹൈക്രോസിൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം ഏകദേശം ഒരു 10-12 ഇയേഴ്സിൻ്റെ ഗ്യാപ്സിലാണ് ഓരോ വെഹിക്കിളും ഇവിടെ വന്നിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. ലൈറ്റൊക്കെ മാറി ഞങ്ങൾ വെളുപ്പിനെ ഒരു 6:30 സമയത്ത് ഷൂട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഏതായാലും അറൗണ്ട് 1 o'clock ആകുന്നു. ഏതായാലും ഇന്നോവാസിനെ ഇഷ്ടപ്പെടുന്നവർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ഇന്നോവാസിൻ്റെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുക. ഇതുപോലൊരു വീഡിയോ വേറെ ഞാൻ കണ്ടിട്ടില്ല. കാരണം 3 ജനറേഷൻ ഇന്നോവാസൂടെ കൊണ്ടുവന്നൊരു വീഡിയോ ചെയ്യണം എന്നുള്ള നമ്മുടെ ആഗ്രഹം സഫലമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തുക. സോ ഇതുപോലുള്ള വീഡിയോസും നമ്മുടെ കാറുകളുടെ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എല്ലാ വണ്ടികളുടെയും യൂസർ എക്സ്പീരിയൻസുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.